നമസ്കാരം. നാട്ടുകൾ വിഷന്റെ ന്യൂസ് 10 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയം. മണ്ണാർക്കാട് മണ്ഡലത്തിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വാശിയേറിയ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തിളക്കമാർന്ന വിജയം കൈവരിച്ചതിൻ്റെ ഭാഗമായി മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി UDF പ്രവർത്തകർ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട്, റഷീദ് നായൻ, K ബാലകൃഷ്ണൻ, പൊൻപാറ കോയക്കുട്ടി, V പ്രീത, പ്രസീത, വിജയലക്ഷ്മി, സക്കീർ തയ്യൽ, ശശി ഇടത്തൊടി, സതീശൻ താഴത്തേതിൽ എന്നിവർ സംസാരിച്ചു. മറ്റു നേതാക്കളും പ്രകടനത്തിന് നേതൃത്വം നൽകി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFൻ്റെ വിജയം ഉണ്ടാകുമെന്നും ഇടതു സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വിധിയെഴുതി തുടങ്ങിയെന്നും അസിസ് ഭീമനാട് പറഞ്ഞു. എക്കാലത്തും കേരള നാട്ടിൽ ഭരിക്കാമെന്നും വിജയിക്കാമെന്നും പിണറായിയുടെ ദിവാസ്വപ്നത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന നിലമ്പൂരിന്റെ സുൽത്താൻ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് കേരളത്തിൽ ഒന്നാകെ UDF തരംഗം ആഞ്ഞടിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു താക്കീത് കൂടിയാണ്. ജനദ്രോഹ നടപടികൾ കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒന്നടങ്കം ദുരിതത്തിലാഴ്ത്തി പെൻഷൻ കൊടുക്കാതെയും അതുപോലെ തന്നെ ഏകാധിപത്യ രീതിയിൽ ഭരിച്ചുകൊണ്ട് സാധനങ്ങൾക്ക് വില കൂട്ടിയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കരമടക്കം സ്വന്തം പോക്കറ്റിലേക്ക് മരുമകനും തീരെഴുതി കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ തൻ്റെ മകളെയും മരുമകനും കൂടിയ ഒരു ത്രിമൂർത്തി ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നെങ്കിൽ അത് സാധാരണക്കാരായ ജനങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റിട്ടുണ്ട്. ഇനി പിണറായിയുടെ അക്രമ രാഷ്ട്രീയത്തിനും അനീതിക്കുമെതിരെ ശക്തമായ പ്രതികരണം, ശക്തമായ പ്രത്യക്ഷ സമര പരിപാടികളും കേരള നാട്ടിൽ ഒന്നടങ്കം മലയടിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും തൂത്തെറിയുന്ന കാലം അതിവിദൂരമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ UDFന്റെ നിരവധി നേതാക്കളും പ്രവർത്തകരും ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ സമാപനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി UDFന്റെ ചെയർമാനും ഇന്ത്യൻ യൂണിയനിലെ മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ആലായൻ റഷീദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടന്നത് നിലമ്പൂരിലാണെങ്കിലും ആഹ്ലാദം പങ്കിടുന്നത് കേരളത്തിലെ മലയാളികൾ ഒന്നിച്ചാണെന്നും ആലായൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിലാണ്. തെരഞ്ഞെടുപ്പ് നടന്നത് നിലമ്പൂരാണ്. തെരഞ്ഞെടുപ്പ് നടന്നത് മാത്രമാണ് നിലമ്പൂര്. മത്സരിച്ചതും ആഹ്ലാദത്തിൽ പങ്കെടുക്കുന്നത് മലയാളികൾ എല്ലാവരും ഒരുമിച്ചാണ്. കാരണം കേരളത്തിലെ അവസാനത്തെ ബൈ ഇലക്ഷനാണിത്. ഇനി വരാനിരിക്കുന്നത് ഫൈനലാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളം ഉറ്റുനോക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കേരളം ഉറ്റുനോക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യങ്ങളുടെ വിജയത്തിൽ കുറിച്ച് കുറച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവിടെ അവതരിച്ചൊരു MLA ഉണ്ടായിരുന്നു. അന്നവരാ MLA അവതരിപ്പിച്ചപ്പോ കണ്ണേ കരളെ കാതേ അമ്പുക്ക എന്ന് പറഞ്ഞ് ഒരു MLA അവതരിപ്പിച്ച് UDFനെതിരെ കൊണ്ടുവന്നൊരു MLA. അദ്ദേഹം തന്നെ പഴയ സിനിമയിലെ കഥകളെപ്പോലെയാണ് ഇതൊരു കൊള്ള സങ്കേതത്തിലാണ് വന്നുപെട്ടതെന്ന് ബോധ്യമായി. പിന്നെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ കൊള്ള സംഘത്തിന്റെ തലവൻ ജോസ് പ്രകാശിനെ പോലെ അത് സഖാവ് പിണറായി വിജയനാണ് പെരുങ്കൊള്ളക്കാരനെന്ന് അമ്പുക്കാക്കും മനസ്സിലായി. അങ്ങനെ കേരളത്തിൽ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് നേരിട്ടിട്ടുള്ളത്. അവസാനമായി തെരഞ്ഞെടുപ്പിൽ UDFനോട് കൃത്യമായി ജനാധിപത്യ മത്സരം നടക്കില്ലെന്നും പരാജയം കണ്ടറിഞ്ഞപ്പോൾ CPMന്റെ തനിനിറം പുറത്തു വന്നു. എന്നൊക്കെ കേരളത്തിൽ CPMന് പ്രതിസന്ധിയുണ്ടോ, ആ CPMന് ഒരു ഘടകകക്ഷിയെ പോലെ സഹായിക്കുന്നത് RSS ആണ്. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, ഞങ്ങൾ RSSന്റെ സഹായം വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ RSSന്റെ സഹായം മുമ്പേ വാങ്ങിയിട്ടുണ്ട്, ഇനി വാങ്ങും എന്നുള്ളതാണ്. RSSന്റെ സഹായം വാങ്ങുന്നവർക്ക് പിന്നെ എന്താണ് BJP വോട്ട് ചെയ്യാൻ മടി എന്ന് എല്ലാവരുടെ വോട്ടും എറന്നുകൊണ്ടാണ് നിന്നത്. മറ്റൊന്ന് PDP വർഗീയ കക്ഷിയാണെന്ന് പറഞ്ഞ് ആ PDPയെ ചേർത്തു. ഐക്യ ജനാധിപത്യ മുന്നണി പറയുന്നു കേരളം ഒന്നടങ്കം ഐക്യമുന്നണിക്കൊപ്പമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണി. 9 വർഷം
എല്ലാ വക്കുപൊട്ടിയ പ്ലേറ്റും കണമുറിഞ്ഞ കയ്യിലും കൊണ്ട് നിങ്ങൾ നിലമ്പൂർ അടക്കി പിടിച്ചെങ്കിൽ നിലമ്പൂരിന്റെ രാഷ്ട്രീയാധിപത്യം ഇതാ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത് നല്ല സഖാക്കളെ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ വരെ ഈ ഗവൺമെന്റിനെതിരെ വിധിയെടുന്നാണ് കണ്ടത്. ഞങ്ങൾ വോട്ടെണ്ണൽ തുടങ്ങിയത് വഴിക്കടവിൽ തുടങ്ങി CPM-ന് ആധിപത്യമുള്ള ഒരു പഞ്ചായത്ത് പോലും CPM-ന് വ്യക്തമായ ലീഡില്ല. അതിന്റെ കാരണം എന്താണ്? ജനം വെറുത്തിട്ടുണ്ട്. ഈ ഭരണം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബ വാഴ്ചയാണ്, തീവട്ടിക്കൊള്ളയാണ്, അഴിമതിയാണ്. ഇത് പിണറായി എന്ന് പറയുന്ന അഹങ്കാരിക്കുള്ള അവസാന തടിയാണിത്. ഇത്ര ധിക്കാരിയായ ഭരണാധികാരിയെ ഇവിടെ വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യമുണ്ട് വിജയമുറപ്പിക്കുന്ന ഈ വിജയം നൽകിയ നിലമ്പൂരിലെ വോട്ടർമാർക്ക് മണ്ണാർക്കാട് ഐക്യജനാധിപത്യ മുന്നണിയുടെ അഭിവാദ്യമർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു.